ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് ഞാൻ ചെയ്ത ട്രേഡിൻ്റെ ബാക്കിലുള്ള സൈക്കോളജി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതായത് 2 ദിവസം മുന്നേ നമുക്ക് ലാസ്റ്റ് കുറച്ച് ദിവസമായിട്ട് ഡൗൺ ട്രെൻഡിലായിരുന്നു മാർക്കറ്റ് ഉള്ളത്. അപ്പം ഇന്ന് പ്രീവിയസ് സ്വിങ് ക്രോസ് ചെയ്തു. അതായത് ഈ സ്വിങ് ഈ 45-100 ലെവൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പുള്ളിഷ് മൂവ്മെൻറ്റ് കണ്ടു. ഓക്കെ, അപ്പം പ്രീവിയസ് സ്വിങ് ക്രോസ് ചെയ്തെടുത്ത് നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ചെറിയൊരു ബുള്ളിഷ്നെസ്സിലേക്കായി. ബട്ട് ഇവിടെ ഈ ഒരു 45-500 റേഞ്ചിൽ നമുക്ക് കാണാൻ പറ്റും ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു റേഞ്ചിൽ. ഇവിടെ നിന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ഫോളോ ചെയ്ത് ഇവിടെ റിട്രേസ്മെൻറ്റ് അടിച്ച് വന്നത്. അപ്പം ഈ ഒരു റേഞ്ചിൽ നല്ലൊരു ഫോള് കാണാൻ പറ്റും, നല്ലൊരു റെസിസ്റ്റൻസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇത് മൈൻഡിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഒരു റേഞ്ച്, ഈ റേഞ്ചിൽ നിന്ന് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ എം പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു. ഈ ഒരു ട്രേഡിൽ നമുക്കൊരു 40 പോയിൻറ്റ്സ് 80 പോയിൻറ്റ്സോളം സ്കോർ ചെയ്യാൻ പറ്റി. ഞാൻ 1:2 ട്രേഡായിരുന്നു ഫോക്കസ് ചെയ്തത്. അപ്പം അധികം താഴേക്ക് പോകുന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായില്ല, കാരണം ഓൾറെഡി ഈ ഒരു സ്വിങ് ക്രോസ് ചെയ്തിട്ടാണ് ഇവിടെ പോയത്. അപ്പം ഇതോടെ ഞാൻ എൻ്റർ ചെയ്തു. ഈ ഒരു ബ്രേക്കിൽ തന്നെ ഞാൻ എൻ്റർ ചെയ്തു. ഒരു 80 പോയിൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പം അതായിരുന്നു ഫസ്റ്റത്തെ ട്രേഡ്. പിന്നെ എടുത്തത് ഞാൻ ഇന്ന് ടോട്ടൽ 3 ട്രേഡ്സാണ് എടുത്തത്. അടുത്ത ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇതൊരു അസെൻഡിങ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക, ഈ ഒരു 3 സപ്പോർട്ട് ഹിറ്റ് ചെയ്ത കാരണം ചെറിയൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ, അധികം ഫോളോ ചെയ്യുന്നുണ്ടായില്ല. ബട്ട് എന്നാലും കുഴപ്പമില്ല, ഈ ഒരു പ്രോഫിറ്റിൽ നിന്ന് ഞാൻ കുറച്ച് പോയിന്റ്സ് റിസ്ക് ചെയ്യാന്ന് വെച്ചു. അങ്ങനെ ഒരു 40 പോയിന്റ്സ് ഞാൻ റിസ്ക് ചെയ്തു. അങ്ങനെ ഈ ഒരു ബ്രേക്കിൽ ഞാൻ ആദ്യം എൻ്റർ എടുത്തു. ഈ ഒരു പോയിന്റിൽ ഞാൻ എൻ്റർ എടുത്തു. ഓക്കെ, ബട്ട് അത് പോയിന്റ്സ് ഞാൻ കുറച്ച് ഷോർട്ട് ആക്കിയായിരുന്നു വെച്ചത്. അതുകൊണ്ട് സ്വിങ് ആയിരുന്നു സത്യത്തിൽ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ബട്ട് ഞാൻ പോയിന്റ്സിൻ്റെ ബേസിൽ സ്റ്റോപ്പ് ലോസ് വെച്ചു. അത് ഹിറ്റ് ചെയ്തു. അത് ഹിറ്റ് ചെയ്ത ടൈം ഇത് മൂവ്മെൻറ്റ് മുകളിലേക്കാകുന്ന എൻ്റെ ഒരു ചെറിയൊരു കൺവിക്ഷൻ ഉണ്ടായി. അങ്ങനെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തെടുക്കുന്ന നെക്സ്റ്റ് ട്രേഡ് ഞാൻ എൻ്റർ ചെയ്തു. ബട്ട് അതും SL അടിച്ചു. അപ്പം ഇന്ന് ഞാൻ അതിനും ഒരു 40 പോയിന്റ്സ് ആയിരുന്നു വെച്ചത്. അപ്പം ടോട്ടൽ 80 പോയിന്റ്സ് ഈ ഫസ്റ്റ് ട്രേഡിൽ ഞാൻ ക്യാപ്ചർ ചെയ്തു. ബട്ട് ഞാൻ ഈ സെക്കൻഡ് 2 ട്രേഡ്സിൽ ഞാൻ 40 പോയിന്റ്സ് വെച്ച് ക്ലോസ് ചെയ്തു. ബട്ട് നോർമലാണ്, നമ്മൾ ടുഡേ ബ്രേക്ക് ഈവനിൽ നമ്മൾ ക്ലോസ് ചെയ്യാൻ പറ്റി. കുഴപ്പമില്ല, കാരണം 2 ദിവസത്തെ 2 ട്രേഡ്സ് നമുക്ക് ലോസ് അടിച്ചു, ഒരു ട്രേഡിൽ പ്രോഫിറ്റ് അടിച്ചു. ഒരു ട്രേഡിൽ പ്രോഫിറ്റ് അടിച്ചാൽ നമുക്ക് 1:2 എന്നുള്ളത് കിട്ടി. ബട്ട് അത് രണ്ടും ലാസ്റ്റ് ഹിറ്റ് ചെയ്തു. ബട്ട് ഈ ഒരു ട്രേഡ് ക്ലിക്ക് ആയിരുന്നുണ്ടെങ്കിൽ, എൻ്റെ സൈഡിലേക്ക് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഐ വുഡ് ഹാവ് ഗോട്ട് എ ഗുഡ് പ്രോഫിറ്റ്. ഓക്കെ, സോ അതായിരുന്നു ഇന്നത്തെ ട്രേഡിൻ്റെ ഐഡിയ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.